പശ്ചിമേഷ്യൻ യുദ്ധം വൈകാതെ അവസാനിപ്പിക്കണമെന്ന് സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഓഹരി വിപണി തകരുന്നതും സാമ്പത്തിക രംഗം നിശ്ചലമാകുന്നതും അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമെന്നും ട്രംപ് പറഞ്ഞു. ആണവയുദ്ധത്തിലേക്ക് കടക്കാതിരിക്കാൻ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്നും ട്രംപ് സൂചന നൽകുന്നു. I don't think so, but it'll be soon. Won't be long. And we're going to have a much safer world when it's wrapped up. It'll be wrapped up soon. We're going to have a much safer world. I had an obligation to do this. I didn't want to, I call it an excursion. I didn't want to make this journey. We had the highest stock market in history. We had low gas prices. Everything was good. And I know exactly, I know what, you're going to do it. And people are going to raise the price of oil. And that's good. But I know that. But that's a very small thing compared to allowing them to have... You want to see a stock market go down? Start letting them hit you with nukes, okay? I think, I said it this morning, I think it's a very small price to pay. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ പറയൂ. യുദ്ധം വൈകാതെ തന്നെ അവസാനിപ്പിക്കും. അതെല്ലാം തന്നെ അവസാനിപ്പിച്ച് സുരക്ഷിതമായ ഒരു ലോകത്തേക്ക് അധികം വൈകാതെ തന്നെ നമ്മൾ നീങ്ങുമെന്നൊരു നിലപാടാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ട്രംപ് കൃത്യമായ ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പല ഘടകങ്ങളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സുരക്ഷിതവും സമാധാനപരവുമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. മാത്രമല്ല സാമ്പത്തിക രംഗം, സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം തകർന്നു പോകുന്നത് നമ്മൾ ദൃക്സാക്ഷികളാണ് എന്ന നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ തന്നെ സാമ്പത്തിക രംഗം ദുർബലമാകുന്ന ഒരു സാഹചര്യവും സാമ്പത്തിക രംഗത്തെ ചലനങ്ങൾ ദുർബലമാകുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് വൈകാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കും എന്ന ഒരു നിലപാട് അദ്ദേഹം അറിയിച്ചിരുന്നത്. നേരത്തെ ഈ യുദ്ധം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ 4-5 ആഴ്ചകൾക്കകം യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ നടപടികൾ അവസാനിക്കുമെന്ന നിലപാടാണ് അറിയിച്ചത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും ഇറാന്റെ സൈനിക ശേഷിയെ തകർത്തു എന്നുമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഒരുപക്ഷെ ഈ ആഴ്ച തന്നെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന അദ്ദേഹം നൽകുമ്പോൾ അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. യുദ്ധം വൈകാതെ തന്നെ നിർത്തും എന്ന ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച അന്തിമമായ വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. ഗോപിക. ശരി, ഐസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.